പച്ചമാങ്ങ ഇട്ട് മുളകിട്ട് മത്തിക്കറി. കടുക് ലേശം ഇടുക. ഇനി കറിവേപ്പില. ഇത് കണ്ടോ, ഫ്രഷ് ആയിട്ടിരിക്കുന്ന. കഴിഞ്ഞ ദിവസം ഞാനെടുത്ത് കണ്ടെയ്നറിൽ അടച്ചു വെച്ചത് കണ്ടോ. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. നമ്മുടെ മാവേലെ മാങ്ങ, മഞ്ഞൾപ്പൊടി. മാങ്ങ ഇപ്പോഴേ ഇടണ്ടായിരുന്നു. മഞ്ഞൾപ്പൊടി അല്ല, ബാങ്കിൽ പോകാനുള്ള തിരക്ക് കാരണം സ്പീഡിലങ്ങിട്ട് 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്തേ. ബസ് പോയാൽ ബസ് പോകുന്നതിന് മുമ്പ് എനിക്ക് കറിയും വെച്ചിട്ട് കുളിച്ചിട്ട് ഓടണം. ബ്രേക്ക്ഫാസ്റ്റായി. ഉപ്പ്. ബ്രേക്ക്ഫാസ്റ്റായി, എല്ലാ കാര്യങ്ങളുമായി. മീൻ കൊണ്ടുവരാൻ താമസിച്ചു. രാവിലെ വിളിച്ച് പറഞ്ഞിട്ട് നീ ഇതുകൂടെ അങ്ങ് കറിയാക്കി കഴിഞ്ഞാൽ ചോറും വാർത്തും എല്ലാം ആയി, നമുക്ക് പോകാം. പെട്ടെന്നൊരു അത്യാവശ്യമുണ്ട്. അത് കാരണം ഉച്ച കഴിഞ്ഞ് 2 പേര് ആൻറ്റിമാരെൻ്റെ ഫ്രണ്ട്സ് വരും. കേക്ക് എടുക്കാൻ, ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് ഓർഡർ ഉണ്ട്. അപ്പോൾ അതെടുക്കാൻ ഇവിടെ വന്നോളാമെന്ന് പറഞ്ഞു. ചൂടുവെള്ളം ഒഴിക്കേണ്ടത് ഞാൻ നേരത്തെ തിളപ്പിച്ച് വെക്കാൻ മറന്നുപോയി. അതുകൊണ്ട് പച്ചവെള്ളം ഒഴിച്ചിട്ട് ദിവസം കറി വെച്ചാൽ 3-4 ദിവസത്തേക്കൊക്കെ കാണും. വല്ലപ്പോഴല്ലേ ഒരു പാചകം. അത് കാരണം ഞാൻ ഓർത്ത് മത്തിക്കറി സമയമില്ലേലും ഒന്ന് എടുപ്പൊന്ന് സ്റ്റാൻഡേ ഫോൺ ഇരുന്നോളുമല്ലോ. നമ്മൾ പറഞ്ഞാൽ പോരെ. അങ്ങനെ ചെയ്യാതെ വല്ലതൊക്കെ ഇടാൻ മറന്നോളാം. എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. പുളി കാണുമായിരിക്കും. ഇളക്കിയിട്ട് എന്നിട്ട് മത്തി പെറുക്കിയിടാം. മൂടി വെക്കാവേ. ഞാൻ ആരൻ്റെ മുടിയൊക്കെ വെട്ടിയിട്ട് വന്നു. ഇതാ ചോറ് ആരൻ്റെ വിളമ്പി വെച്ചിരിക്കുന്നു. ആരൻ്റെ മുടി കാണിച്ചു കൊടുക്കുക. കാശിന് കൊള്ളത്തില്ല. മുടി വെട്ടുകാരനും ആരണം ഞാനും തമ്മിൽ ഭയങ്കര അടിയും നടന്നിട്ട് വരുമോ. കിളിമീൻ വറുത്തത് കഴിഞ്ഞ ദിവസത്തെ ആരൻ ചർച്ചിൽ പോയതുകൊണ്ട് കൂട്ടാത്തോണ്ട് ഞാൻ എടുത്ത് പാത്ത് വെച്ചിരുന്ന ഫ്രിഡ്ജിൽ. അതിപ്പോൾ ചൂടാക്കി കൊടുത്തു. ഇതെൻ്റെ അമ്മ ഉണക്കമീൻ എന്തോ ചതച്ചാന്ന് തോന്നുന്നു. ഇതെന്തോ കുഞ്ഞു ഇന്നലെ തന്നു വിട്ടെ? ചെമ്മീൻ ചതച്ചാണോ? മുഴുവൻ നീ എന്നിട്ട് കൂട്ടിയോ? ഇന്നലെ കൊടുത്തു വിട്ട ഈ ഡപ്പ നിറച്ചുണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല. പുള്ളി അത് മുഴുവൻ കൂടി. നീ ഇത് ഏതാണ്ട് തേങ്ങായ വെള്ളം തോന്നുന്നു. പൊടി ഗ്രേവി മാത്രമേ ഉള്ളല്ലേ. ഇത് ചക്കക്കുരുമാങ്ങ അമ്മ വെച്ചിട്ട് ഇന്നലെ തന്നതാ. പിന്നെ ഇത് നമ്മുടെ മത്തിക്കറി, പപ്പടം. അപ്പോൾ ചോറിനട്ടെ. ഓക്കേ, എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യണേ.